ഹലോ. അപ്പോൾ ഒരുപാട് നാളത്തേന് ശേഷം അതൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കാണ് കേട്ടോ. എല്ലാവരുടെ ചോദ്യമാണ് എന്താണിപ്പോൾ ഷോർട്സ് മാത്രം ഇടുന്നത്, അതും വോയിസ് ഓവർ കൊടുക്കാതെ സോങ്ങോട് കൂടിയിട്ട് ഇടണേന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് എല്ലാവർക്കും വേണ്ടിയിട്ട് കുറേ കാലത്തിന് ശേഷം ഒരു ലോങ് വീഡിയോ തന്നെ ഇടാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ പ്രത്യേകത, ഇന്നൊരു അടിപൊളി ട്രിപ്പാണ്. ചേച്ചിയുടെ ഹസ്ബൻഡും പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് ദുബായിൽ നിന്ന്. അപ്പോൾ അവരെയും കൊണ്ട്, പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ട്. അപ്പോൾ അവരെയും കൊണ്ട് ഒരു ഊട്ടി ട്രിപ്പാണ് കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് ഒരു 11:30-12 മണി ആ ഒരു സമയത്താണ് കേട്ടോ. പിന്നെ അത് പുലർച്ചെ ആ ഒരു സമയത്താണ് ഞങ്ങളവിടെ എത്തിയത്. ഏകദേശം ഊട്ടിയുടെ അടുത്തായിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല തണവാണ്. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. അപ്പം മിന്നു ഇതാ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടുണ്ട്. തമ്പുരുകുട്ടിയാണെങ്കിലും ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ട് ജിതേട്ടൻ്റെ കയ്യിലുണ്ട് കേട്ടോ. തണുത്ത് വിറച്ചിരിക്കുന്ന തമ്പുരുകുട്ടിയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. തമ്പുരുകുട്ടിയാണെങ്കിൽ തണുവ് സഹിക്കാൻ പറ്റുന്നില്ല, ടർക്കിയൊക്കെ പൊതിച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതാ ഞങ്ങൾ അവിടെ ചെന്നു. പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, നല്ല ഉറക്കമായിരുന്നു ഞങ്ങളൊക്കെ. അവിടെ ചെന്ന് ഞങ്ങൾ റൂം എടുത്തു കേട്ടോ. അപ്പോൾ റൂമിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണിത്. ഒരുപാട് താമസിക്കാനുള്ള ഒരുപാട് ഫ്ലാറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഉള്ള ഒരാൾ നമ്മൾ കുതിരസവാരിക്ക് വേണ്ടിയിട്ട് പുറത്തുനിന്ന് ഞങ്ങളെയൊക്കെ വിളിക്കുക കേട്ടോ, വായോ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ആ കുതിരേനെയും കൊണ്ട് ഒരുപാട് സവാരികൾ അവിടെ ഉള്ള ആളുകളൊക്കെ സവാരിക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിതാ തണുത്തു, എല്ലാവരും ഒന്ന് റെസ്റ്റ് ചെയ്ത് ഉറങ്ങി എണീറ്റെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതാ ഒരു ഏകദേശം എത്ര സമയമായിട്ടുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആയിട്ടുണ്ടാവും, ഒരു 9 മണി ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ സ്റ്റേ ചെയ്ത സ്ഥലത്തെ ആളോട് തന്നെ ഞങ്ങൾക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ വേഗം തന്നെ റെഡിയാക്കി ഞങ്ങൾക്ക് കൊണ്ടുവന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഫുഡിന് ഒത്തില്ലായിരുന്നു ആ ഒരു ഫുഡ്. എന്താ പറയുക, ഇഡലി, എന്താ പറയുക, നമ്മുടെ നാട്ടിൽ കഴിക്കുന്ന ഫുഡ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ വെറൈറ്റിക്ക് പിടിക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ബാക്കിയുള്ളവരൊക്കെ ഒരുവിധം പൂരിയൊക്കെ പറഞ്ഞു. ഞാൻ ഇഡലിയാണ് കേട്ടോ പറഞ്ഞത്. എൻ്റെ പൊന്നോ, നമ്മളെ നാട്ടിലത്തെ ഇഡലി എത്ര നല്ല ഇഡലിയാണെന്ന് അറിയോ. അവിടുത്തെ ഇഡലി ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. എന്താ വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ ജിതേട്ടൻ പൂരിയാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജിതേട്ടനും അച്ഛനൊക്കെ പൂരിയായിരുന്നു. ഞങ്ങൾ കുറച്ച് പേര് മാത്രം ദോശയും ഇഡലിയും അതിൻ്റെ മുകളിൽ ചെന്ന് പെട്ടു എന്ന് പറയാം കേട്ടോ. അപ്പോൾ എൻ്റെ കഴിക്കുന്ന സ്റ്റൈല് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഒരു ടേസ്റ്റും ഇല്ലാത്ത ഇഡ്ഡലിയായിരുന്നു, വേവാത്തത്. പിന്നെ വിശപ്പുള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് കഴിച്ചു. ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങോട്ട് പോയി കേട്ടോ. അങ്ങനെ കഴിച്ചു, എല്ലാവരും ഒരു ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മളിത് അവിടെ നിന്ന് ഇനി ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അന്നൊരു ദിവസം ഞങ്ങൾ അവിടെ ഫുള്ളൊക്കെ കണ്ട് രാത്രി വീണ്ടും സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം അവിടെയൊക്കെ കണ്ടിട്ട് പോകാനുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ. ഈ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് കുറച്ച് മുന്നത്തെ ട്രിപ്പാണ്. എഡിറ്റ് ചെയ്യാനൊക്കെ ഒന്ന് വൈകിപ്പോയി, അപ്പോൾ വൈകി വന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങളിതാ വീണ്ടും വണ്ടിയിലൊക്കെ കയറി എല്ലാവരും ചായക്ക് കുടിച്ചു, സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇറങ്ങുകയാണ്. പുറത്ത് നല്ല മഞ്ഞാണ് കേട്ടോ. എന്താ പറയുക, നമ്മൾ ശ്വാസം വലിക്കുമ്പോഴൊക്കെ ആ ഒരു മഞ്ഞിൻ്റെ ആ ഒരു ഇത് കാണാൻ പറ്റിയിരുന്നു. അങ്ങനെ ഞങ്ങളിതാ എല്ലാവരും ഹാപ്പി മൂഡായി. വീട് അവിടെ എത്തണ വരെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഉറക്കവും, പിന്നെ ചേച്ചിയുടെ മോനായാലും ഛർദ്ദിക്കാനും, ഞാനും മോശമൊന്നുമില്ല. എന്തോ ഒരു ഭാഗ്യത്തിന് ഈ ഒരു ഊട്ടി ട്രിപ്പിൽ ഛർദ്ദി കുറവായിരുന്നു എന്ന് പറയാം. കുറവെന്നല്ല, കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉള്ള പോലെ തോന്നി കേട്ടോ. പണ്ട് എപ്പോഴും ട്രിപ്പ് പോയാലും എന്നെ കൊണ്ടുപോയിട്ടൊരു കാര്യമില്ല എന്ന് പറയാം. കാരണം ഞാൻ ഫുൾ ഉറക്കമായിരിക്കും, മയക്കായിരിക്കും, വോമിറ്റിങ്ങിൻ്റെ ടാബ്ലറ്റ് എടുത്തിട്ട്. അപ്പോൾ ഈ ഒരു ട്രിപ്പിന് അത് കുറവായിട്ടാണ് തോന്നിയത് കേട്ടോ. എന്തോ വലിയൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. അവിടെ ചെല്ലണ ആ ഒരു ടൈം വരെ ഉണ്ടായിരുന്നുള്ളൂ ചെറിയ ബുദ്ധിമുട്ട്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഓക്കെ ആയി കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫസ്റ്റ് അവിടുത്തെ പ്ലേസുകളൊന്നും വലിയൊരു ഇതുണ്ടായിരുന്നില്ല. ഞങ്ങൾ അവിടെ നിന്ന് നെറ്റിലൊക്കെ നോക്കി ഏതൊക്കെയാണ് സ്ഥലങ്ങളെന്നൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഈ ഒരു സ്ഥലം ഏതാ നിൽക്കിയ, സത്യം പറഞ്ഞാൽ എനിക്ക് അന്ന് ഓർമ്മ ഉണ്ടെങ്കിലും ഇപ്പോൾ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒട്ടും ഓർമ്മ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഈ ഓരോ സ്ഥലങ്ങൾ കാണിക്കുമ്പോൾ അത് അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഈ ഒരു പ്ലേസിലേക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഒരു ഓർമ്മ വെച്ചെടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്ട്രീറ്റിന് പറയുന്നത് ദോഡാപേട്ട പീക്ക് പോയിൻ്റ് എന്നാണ് കേട്ടോ. ഊട്ടിയത്തെ ഫസ്റ്റ് ഞങ്ങൾ പോയിട്ടുള്ള സ്ഥലമാണ് ദോഡാപേട്ട പീക്ക് പോയിൻ്റ് എന്ന് പറയും. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ട് തിരുത്തി തരണേ. അപ്പോൾ എനിക്ക് ഓർമ്മയില്ല, കുറച്ച് അധികമായ കാരണമാണ് എനിക്ക് ആ ഒരു ഓർമ്മ കിട്ടാത്തത് കേട്ടോ. ഫസ്റ്റ് ഞങ്ങൾ ഇവിടെ പോയി ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മേടിക്കണം എന്ത് മേടിക്കണം എന്നുള്ളൊരു ഇതൊക്കെ ആയിരുന്നു. പക്ഷേ ഒരുവിധ റേറ്റൊക്കെ ചോദിച്ച് വന്നപ്പോഴും വില പേശാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷേ എന്താ പറയുക, അധികം നമുക്കവിടെ നിൽക്കാൻ പറ്റില്ല. വേറെ ഒന്നുമില്ല, നമ്മളെ പിള്ളേരെയും കൊണ്ട് അവിടെ നിൽക്കൽ നടക്കുന്ന കാര്യമല്ല. എല്ലാ സാധനത്തിൻ്റെ മുകളിലേക്കും കണ്ടുപോകും, പിന്നെ എടുക്കലും വാശി അങ്ങനെയൊക്കെ ആകുമ്പോൾ അധികം നേരം ഞങ്ങളവിടെ നിൽക്കാതെ വേഗം അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത് കേട്ടോ. എങ്കിലും കുറച്ച് സാധനങ്ങൾക്ക് ഞങ്ങൾ റേറ്റൊക്കെ ചോദിച്ചു, കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു, ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ബെസ്റ്റ് ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലമാണ് കേട്ടോ. കാരണം വേറെ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ പർച്ചേസിങ്ങിൻ്റെ ഒരു ഇത് കുറവാണ്. ഇവിടെയാണെങ്കിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ വീട്ടിലേക്കായാലൊക്കെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് ആ ഒരു എന്താ പറയുക, ഒരു സാധനങ്ങൾ വാങ്ങിക്കുന്ന ആ ഒരു സ്ട്രീറ്റ് വിട്ടിട്ട് അപ്പുറത്തോട്ട് കടന്നു കേട്ടോ. അപ്പോൾ നമ്മളിതാ ദോഡാപേട്ട പിക്ക് പോയിൻ്റ്, ആ പോയിന്റിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ഒരു ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പോയിന്റ് കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയി ടിക്കറ്റൊക്കെ എടുത്തു.
എല്ലാവരും ഇതാ ഒരു പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് കയറാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കയറി പോവാണ് കേട്ടോ. എല്ലാവരും ഉണ്ട്, കുറച്ചധികം പേരുള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കയറി പോവുകയാണ്. അവിടെ ഒടുക്കത്തെ തണുപ്പായിരുന്നു. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, മൊത്തം നല്ല മഞ്ഞായിരുന്നു കേട്ടോ, കോടമഞ്ഞ പോലെ. നല്ല അടിപൊളിയായിരുന്നു, നല്ലൊരു വൈബായിരുന്നു. അപ്പോൾ തണുത്ത് വിറച്ചിട്ട് എന്താ പറയുക, നമ്മളിങ്ങനെ ശ്വാസം വിടുമ്പോൾ ആ ഒരു ഇത് ഫ്ലോ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു ഇത് നല്ല ആ പോയിൻ്റ് നമുക്ക് അതിൻ്റെ മുകളിൽ നിന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പോയിൻ്റ് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയാണ്. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ താഴോട്ട് ഇറങ്ങിയിട്ടോ. പിന്നെ നമ്മളുടെ ഫോട്ടോഷൂട്ടായിരുന്നു, എല്ലാവരും ഫാമിലി ഫോട്ടോസും അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ അത് അവിടുന്ന് നമ്മൾ മെല്ലെ ഇറങ്ങുകയാണ്, നമ്മൾ വണ്ടി ഇട്ടോടത്തേക്ക് പോവുകയാണ് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാഡായിട്ടുള്ള ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി അത്രയും കയറ്റം നിർത്തി കയറുന്ന ബ്ലോക്കും കാര്യങ്ങളൊക്കെ കാരണം ഭയങ്കര എന്താ പറയുക, നമുക്ക് കരിയുന്ന സ്മെല്ലായിരുന്നു കേട്ടോ. എല്ലാ വണ്ടികളുടെ ആ ഒരു എന്താ പറയുക, നല്ല ആ ഒരു സ്മെല്ല് ഞങ്ങളെ നന്നായിട്ട് എഫക്റ്റ് ചെയ്തു. ഒട്ടും പറ്റണില്ലായിരുന്നില്ല ആ ഒരു കേട്ടോ. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പോകണത് നമ്മൾ എന്താ പറയുക എന്താ പറയുക ആ ഒരു ചായപ്പൊടി ഉണ്ടാക്കുന്ന ടീ ഫാക്ടറിക്കാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ നല്ല അടിപൊളി ചായ കിട്ടും, ചായപ്പൊടിയൊക്കെ വാങ്ങാം എന്നുള്ള ആ ഒരു ഭാഗമായതുകൊണ്ട് വേഗം നമ്മൾ അവിടേക്ക് പോവുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ ഫാക്ടറിക്ക് എത്തിപ്പെട്ടത് ഞങ്ങൾ റെസ്റ്റോറൻ്റ് ആണ്, അപ്പോൾ ചായയും അതുപോലെ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വെച്ചിട്ട് കയറിയതാണ്. പിന്നെയാണ് മനസ്സിലായത് ഒരു ടീ ഫാക്ടറിയാണ് കേട്ടോ. പക്ഷേ ഇവിടുന്ന് കിട്ടിയ ചായ ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല, അടിപൊളി ചായയായിരുന്നു. പക്ഷെ നമ്മൾ വീട്ടിൽ ഈ ചായപ്പൊടി കൊണ്ടുപോയിട്ട് നമ്മൾ ചായ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അതെന്താണെന്നുള്ളത് ഒരു പിടുത്തമില്ല. ഒരുപാട് തരത്തിലുള്ള ചായപ്പൊടികൾ ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ അതൊന്നും വാങ്ങിയില്ല കേട്ടോ. പിന്നെ ഇതേ പാവക്കുട്ടികളുടെയും ജ്വല്ലറീസിൻ്റെയും ബാഗുകൾ അങ്ങനെ ഒരുപാട് കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു, സെക്ടറുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവിടുന്ന് സെക്ടർ വാങ്ങാമെന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ഉള്ളതാണ്, പക്ഷേ ഒരു 3000 റേറ്റിൻ്റെ അത്രയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ ആ ഒരു സെക്ടറിനെന്നൊക്കെ പറയുന്നത്. നമുക്ക് പിന്നെ അത്രയ്ക്കും ഇത് ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു സെക്ടറൊന്നും വാങ്ങിയില്ല. നമ്മൾ ഓൾറെഡി സെക്ടറൊക്കെ വാങ്ങി സെറ്റായിട്ടാണ് ഊട്ടിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളവിടെ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടെ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഞങ്ങൾക്ക് ഫോട്ടോസ് എടുത്താൻ ഹെൽപ്പ് ചെയ്തു ഒരു ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. നമ്മളെ നാട്ടിലുള്ള ഒരാളാണ്, അവിടെ ജസ്റ്റ് ഫോട്ടോ എടുത്തരും ചോദിച്ചിട്ടുള്ളൂ, പക്ഷെ നമ്മൾ നാട്ടുപുറത്തുകാരനായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ നല്ല ഗാർഡനൊക്കെ ഉണ്ടായിരുന്നു, അവിടെ നല്ല എക്സ്പ്ലോർ ചെയ്തു, അടിച്ചു പൊളിച്ചു, കുറേ വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്തേക്ക് എത്തി കേട്ടോ. അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ എന്താ പറയുക ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഒരൊറ്റ ഹോട്ടലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്താ പറയുക, വല്ലാത്തൊരു സാഡായിരുന്നു. പിന്നെയാണ് എന്തിനാ അങ്ങനത്തെ റെസ്റ്റോറൻറ്റ്, അടിപൊളി തട്ടുകടയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ ഞങ്ങൾ ഫിക്സ് ചെയ്തു പിറ്റേ ദിവസം രാവിലെ നമുക്ക് ഇവിടെ വന്നിട്ട് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമുക്ക് ഇറങ്ങാമെന്ന് കേട്ടോ. കാരണം നമുക്ക് ഇഷ്ടം പോലെ വെറൈറ്റി ചമ്മന്തി, ചട്നി, സാമ്പാർ എല്ലാം ഉണ്ട്. പിന്നെ ദോശകൾ, പല ദോശകളുണ്ട് കേട്ടോ. മുട്ട ദോശ, സാധാ ദോശ ഉണ്ട്, പിന്നെ ഇഡ്ഡലി, എല്ലാ സംഭവം ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും കഴിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ റൂമിൽ പോയി സ്റ്റേ ചെയ്ത് നല്ലൊരു ഉറക്കം പാസ്സാക്കി പിറ്റേ ദിവസം നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ. അതിനുള്ള ഒരു വീഡിയോ എടുത്തില്ല, കാരണം നല്ല ക്ഷീണമായിരുന്നു. എങ്ങനെയും സ്റ്റേ ചെയ്യുന്നിടത്തേക്ക് എത്തണം, റൂമിലെത്തണം, ഒന്ന് സുഖമായി ഉറങ്ങണം എന്നായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഉറങ്ങി നല്ല റെസ്റ്റൊക്കെ എടുത്ത് ഞങ്ങളിത് എല്ലാവരും രാവിലെ തന്നെ എണീറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ റെഡിയായി ഞങ്ങളെല്ലാവരും ഇറങ്ങി. ഞങ്ങളൊന്ന് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ചേച്ചിയും ചേട്ടനും ആ വണ്ടിയിലായിരുന്നു, അവരിങ്ങോട്ട് വന്നിട്ട് അച്ഛനും അമ്മേനും മറ്റേ വണ്ടിയിലേക്ക് ആക്കി. അങ്ങനെ അത് പാട്ടും ഡാൻസും അങ്ങനെയൊക്കെ ആയിരുന്നു. ഡാൻസൊന്നും കളിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒന്ന് എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ തമ്പുരുകുട്ടിയാണെങ്കിൽ ഫ്രണ്ടിൽ നിന്നിട്ട് കാഴ്ചകളൊക്കെ കാണുമായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞു. ചേച്ചിയും ചേട്ടനും കുറേ വിശേഷങ്ങളും കുറേ തമാശകളും ചിരിയും കളിയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് എന്താ പറയുക അവരൊക്കെ ആയിട്ട് എൻജോയ് ചെയ്തു. നമ്മളിതങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനുള്ളിൽ നമ്മൾ ഗൂഗിളിൽ നോക്കുന്നുണ്ട്, അവിടെയുള്ള മാപ്പിൽ നോക്കിയിട്ട് ഇനി എത്ര സ്ഥലത്തോളം കാണാനുണ്ട്. ഒരുപാട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. പക്ഷെ നമുക്ക് എല്ലായിടം പോയിട്ട് കണ്ട് പോകാമെന്ന് പറയണത് നടക്കുന്ന കാര്യമല്ല. നമ്മളാണെങ്കിൽ എല്ലാ സ്ഥലവും കണ്ടിട്ട് പോകാമെന്നുള്ള രീതിയിലല്ല വരണം, കുറച്ച് സ്ഥലങ്ങൾ തന്നെ നോക്കി വെച്ചിട്ട് ഇവിടെയൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാമെന്നുള്ള രീതിയിൽ കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു. പിന്നെ ചോദിച്ചറിഞ്ഞിട്ട് ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ പേരുകൾ ചോദിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം കുറച്ച് ലേറ്റ് ആയിട്ടാണല്ലോ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യണത്. അപ്പോഴത്തേക്കും സ്ഥലങ്ങളൊക്കെ മറന്നുപോയി. പിന്നെ കൂടുതൽ സ്ഥലത്തിൻ്റെ പേരും കാര്യങ്ങളൊന്നും അറിയില്ല. നമ്മൾ ഈ ഓരോ ആളുകൾ ഊട്ടിയിൽ വന്നിട്ട് ഓരോ സ്ഥലങ്ങൾ പോയിട്ട് കാണുന്ന പോലെ തന്നെ അവിടെ ഓരോ സ്ഥലങ്ങളിലും വണ്ടി നിർത്തി ആ സ്ഥലങ്ങളൊക്കെ ആസ്വദിച്ച് അങ്ങനെയാണ് കേട്ടോ ഞങ്ങളുടേത്. പിന്നെ ഞങ്ങളവിടെ വണ്ടിയൊക്കെ നിർത്തിയപ്പോൾ
നല്ലൊരു സ്ഥലം കേട്ടോ. എന്തോ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം, നല്ല രസമുള്ളൊരു നല്ലൊരു വൈബായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ വണ്ടിയൊക്കെ നിർത്തി എല്ലാവരും ഇറങ്ങി കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ മാത്രമല്ല കേട്ടോ, തൊട്ടപ്പുറത്തും ഇപ്പുറത്തൊക്കെ വണ്ടി നിർത്തിയിട്ട് അവരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കണ്ടോ. നമ്മുടെ ബാക്കിൽ ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സെറ്റപ്പ് സ്ഥലമായിരുന്നു കേട്ടോ. കുറച്ച് നേരം ഞങ്ങൾ അവിടെയൊക്കെ നിന്നു. പിന്നെ അവിടുന്ന് നേരെ നമ്മളിത് ഈ ഒരു സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്ഥലത്തിൻ്റെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ എനിക്ക് ഈ ഒരു സ്ഥലം ഓർമ്മ ഉണ്ട് കേട്ടോ. പണ്ട് പഠിക്കുന്ന സമയത്ത് ഇവിടെ വന്നപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് കയറിയിട്ടുണ്ട്. അങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് ഞങ്ങൾ. ടിക്കറ്റ് എടുത്ത് വരുമ്പോഴത്തേനും എങ്ങനെ അവിടേക്ക് എത്തും, എങ്ങനെ കയറും എന്നുള്ളത്. അപ്പോൾ ഏകദേശം അഡ്ജസ്റ്റ് ചെയ്ത് എന്താ പറയുക, കയറാൻ റെഡി ആയിട്ട് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് കേട്ടോ. അതിനിടയിൽ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്, അവരെടുക്കുന്നുണ്ട്. അങ്ങനെ അച്ഛനൊക്കെ പോയി ടിക്കറ്റ് എടുത്ത് വന്നു. ഞങ്ങളെല്ലാവരും കൂടെ കയറുകയാണ് കേട്ടോ. ഇനി കയറുന്ന കാര്യമാണ് രസം. കുറച്ചങ്ങോട്ട് നടന്നപ്പോൾ തന്നെ എന്താ പറയുക, മതിയായി എന്നുള്ള പോലെ കേട്ടോ. കുറച്ച് നടന്നു, പിന്നെ കുറച്ച് നേരം നിൽക്കും, കുറച്ച് നടക്കും, കുറച്ച് നിൽക്കും, വേറെ വഴിയില്ല. പക്ഷെ അവർ നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് വളഞ്ഞിട്ട് അങ്ങോട്ട് കയറാനുള്ള ഒരു എന്താ പറയുക വഴി കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കയറുമ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് അറിയില്ല. അങ്ങനെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ കയറി, അതാണ് സത്യം പറഞ്ഞാൽ. എങ്ങനെയൊക്കെയോ കയറി ഞങ്ങളവിടെ ഇരുന്ന് കുറച്ച് നേരം കേട്ടോ. അപ്പോഴത്തേക്കും കാലൊക്കെ കടഞ്ഞു. പിന്നെ ദേ അച്ഛനും അമ്മയും എല്ലാവരും ഇരിപ്പായി. പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നു, വർത്താനൊക്കെ പറഞ്ഞു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ തമാശ, കളി, ചിരി, നല്ല രസമായിരുന്നു കേട്ടോ. കുറച്ച് നേരം അങ്ങനെ ഇരുന്നിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ജിതിയേട്ടനും റിതുവേട്ടനും എത്തിയിട്ടുണ്ടായിരുന്നില്ല, അവരെ വെയിറ്റ് ചെയ്തു. പിന്നെ അവർ വന്നതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോഴേക്കും എന്താ പറയുക, ചെറിയൊരു മഴയൊക്കെ മഴ പെയ്തു തുടങ്ങി, ചാറി തുടങ്ങി കേട്ടോ. അപ്പോൾ നല്ല മഞ്ഞുമായി. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വണ്ടികളും ബ്ലോക്കായി. കാരണം നിങ്ങൾക്ക് ആ ഒരു ഇത് കാണുമ്പോൾ തന്നെ അറിയില്ലേ, നല്ലൊരു കോട മഞ്ഞായിരുന്നു കേട്ടോ. കാരണം 2 പ്രാവശ്യം എത്രയോ തവണ മഴയൊക്കെ പെയ്ത് നിന്നായിരുന്നു. അപ്പോൾ ആ ഒരു എന്താ പറയുക, മഴ പെയ്തതിൻ്റെ ആ കോടമഞ്ഞും നല്ല രസമായിരുന്നു. തൊട്ട് ഫ്രണ്ടിൽ പോണ വണ്ടിയിലാണ് കേട്ടോ അച്ഛനും അമ്മയും എല്ലാവരും ഉള്ളത്. അങ്ങനെ ഞങ്ങൾ ഈ ഒരു കൊച്ചു ട്രിപ്പ് അവസാനിച്ചു കേട്ടോ. നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തിട്ട് അവസാനിച്ചു. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇവിടുന്ന് നേരെ ആദിയോഗിയാണ് പോയത്. ചേച്ചി ഹസ്ബൻഡൊന്നും അവിടെ കണ്ടിട്ടില്ല, അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞങ്ങളുടെ കൊച്ചു വിശേഷങ്ങളും സന്തോഷങ്ങളും ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ടാറ്റാ ബൈ, സീ യു.